അല്ല, ചികിത്സാ ചെലവായിട്ട് അന്നേരം ഒരു പ്രശ്നം ഉണ്ടായില്ല. വിദഗ്ധ ചികിത്സ എവിടെ കിട്ടുമെന്നാണ് ആലോചിച്ചത്. അല്ല, ഇനിയെങ്കിലും എന്നല്ല, അല്ല അങ്ങനെ നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല. വിദഗ്ധ ചികിത്സ എവിടെ കൊടുക്കാൻ കഴിയുമെന്ന് മാത്രമാണ് ഡോക്ടർമാർ ആലോചിച്ചിട്ടുണ്ടാകുക. അതിൻ്റെ ചിലവാര് വഹിക്കുമെന്ന് അവിടുത്തെ ഡോക്ടർമാർക്ക് ആലോചിക്കേണ്ട പ്രശ്നമില്ല, അവരാലോചിക്കേണ്ട ആവശ്യമില്ല. കാരണം അവരാലോചിക്കേണ്ടത് വിദഗ്ധ ചികിത്സ എവിടെയാണ് കൊടുക്കാൻ കഴിയുക. അതിന് ഇന്ന് നമ്മുടെ നിലവിലുള്ള ഏറ്റവും നല്ല ചികിത്സാ കേന്ദ്രം കോഴിക്കോട് മെഡിക്കൽ കോളേജാണെന്നാണ് അവർ കണ്ടെത്തിയത്. അതിൽ തന്നെ ഒരു പ്രശ്നമുണ്ട് മിനിസ്റ്റർ. കാരണം എന്താ വെച്ചാൽ ഒരു വർഷം മുൻപാണ് കടുവ ആക്രമിച്ച തോമസ് എന്ന വ്യക്തിയെ ഇതേപോലെ കൊണ്ടുവരികയും വഴിയിൽ മരണപ്പെടുകയും അത് വിവാദമാവുകയും ചെയ്തിരുന്നു. അപ്പോൾ അങ്ങേക്ക് വയനാട് ജില്ലയുടെ ചുമതല കൂടി കൈകാര്യം ചെയ്തൊരു മിനിസ്റ്റർ എന്ന അർത്ഥത്തിൽ ഈ മെഡിക്കൽ കോളേജിൻ്റെ ഒരു പരാധീനത അത് മാറേണ്ടതല്ലേ? ഇപ്പോഴും കോഴിക്കോടിനെ ആശ്രയിച്ചാണ് വയനാട് മെഡിക്കൽ കോളേജിൻ്റെ നിൽപ്പ്. അല്ലാതെ തീർച്ചയായിട്ടും മാനന്തവാടി മെഡിക്കൽ കോളേജിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ട അനിവാര്യത ഊട്ടി ഉറപ്പിക്കുന്ന ഒന്നാണ് ഇന്നലെ ഉണ്ടായ ദാരുണമായ സംഭവം. ഈ ജനറൽ ആശുപത്രി പേര് മാറ്റിയെന്നല്ലാതെ ഒരു അടിസ്ഥാന സൗകര്യം അവിടെ ഇല്ല എന്നുള്ള ഒരു അതൊക്കെ ഈ അക്രമം അതൊക്കെ നേരത്തെ നിലവിലുള്ളൊരു സാഹചര്യമാണല്ലോ. നിലവിലുള്ള സാഹചര്യത്തിൽ വിദഗ്ധ ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് ഡോക്ടർമാരുടെ മുമ്പിലുള്ള ആദ്യത്തെ കടമ. ആ കടമ അവർ മനസ്സിലാക്കിയപ്പോൾ ഇന്ന ഡോക്ടറെ കാണിക്കുന്നതാണ് നല്ലത്. അത് പരിശോധിക്കുന്ന ഡോക്ടർമാരുടെ അവരുടെ ഒരു നിഗമനമാണ്. ആ നിഗമനത്തെ നിങ്ങളെങ്ങനെയാണ് നിഗമനത്തിൽ എത്തിയെന്ന് എങ്ങനെയാണ് ചോദ്യം ചെയ്യുക? ഇനി അതൊന്നും ഞാൻ ഒരു വിവാദമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വീട്ടുകാർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പരിശോധിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഈ കാര്യത്തിലുള്ള നിലപാട്. ആ നിലപാട് ആവർത്തിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. കുടുംബത്തിന് നഷ്ടപരിഹാരം എന്തെങ്കിലും തീരുമാനം? അല്ല, നഷ്ടപരിഹാരത്തിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊണ്ട് ദാരുണമായ മരണത്തിൽ ഇവിടെ മാനന്തവാടിയുടെ തരത്തിൽ നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് വ്യവസ്ഥാപിതമായ ഒരു നടപടിക്രമങ്ങളുണ്ടല്ലോ. ആ നടപടിക്രമങ്ങൾ അനുസരിച്ചുള്ള എല്ലാ പരിഹാരങ്ങളും കൊടുക്കും. പിന്നെ അഡീഷണലായിട്ട് കുറേ ആവശ്യങ്ങൾ അവർ ഉന്നയിച്ചിട്ടുണ്ട്. ആവശ്യങ്ങൾ പിന്നീട് പരിഗണിക്കാമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ ഈ കാര്യത്തിലും അങ്ങനെ ഒരു പരിഗണന ഉണ്ടാകുമെന്ന് തന്നെയല്ലേ കരുതേണ്ടത്. അല്ല, അജീഷിൻ്റെ കുടുംബത്തിന് എന്തൊക്കെ ഉറപ്പുകളാണോ കൊടുത്തത് ആ ഉറപ്പുകൾ മാറേണ്ട കാര്യം. നിങ്ങളതിനെ തെറ്റായ അജീഷിൻ്റെ കാര്യത്തിൽ 2-3 പ്രശ്നങ്ങൾ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് അയക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സ്ഥിരം ജോലിയുടെ കാര്യം, കോമ്പൻസേഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യം, കുട്ടികളുടെ ചെലവ്, കാർഷിക കടങ്ങൾ, ഇതൊക്കെ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വിടാനാണ് അവിടെ തീരുമാനം. അവിടെയുള്ളവർ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തെ സർക്കാർ അതിനാവശ്യമായ നടപടികളുമായി മുമ്പോട്ട് പോകും. അല്ല, സാമ്പത്തികമായിട്ടുള്ള ദാരിദ്ര്യം വളരെ വലുതാണ്. അതുകൊണ്ടാണല്ലോ അവർ വാച്ചർ പണിക്ക് താൽക്കാലിക ജീവനക്കാരനായിട്ട് പ്രവർത്തിക്കാൻ പോകുന്നത്. പക്ഷേ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവർക്കും എല്ലാം ചെയ്യാൻ കഴിയില്ലല്ലോ. നമുക്കതിനൊരു വ്യവസ്ഥാപിതമായ നടപടിക്രമങ്ങൾ വെച്ചുകൊണ്ടല്ലേ സർക്കാർ പണം ചെലവഴിക്കാൻ പറ്റുള്ളൂ. സർക്കാർ പണം ചെലവഴിക്കുമ്പോൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം എടുത്ത്, അപ്പോൾ ഏതായാലും ഇന്നത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമായ എല്ലാ സഹായവും പിന്തുണയും ആ കുടുംബത്തിന് സർക്കാർ വാഗ്ദാനം ചെയ്യുന്നു. അല്ല, അതായിക്കോട്ടെ. അപ്പം ഞാൻ രാജിവെക്കണമെന്ന് പിന്നെ പലർക്കും മനസ്സിലുണ്ടാവുമല്ലോ. അതൊരു രാഷ്ട്രീയ ആവശ്യമല്ലേ. നമ്മളിപ്പം ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ ആവശ്യമല്ല. ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടാനിടയായ സാഹചര്യത്തിൽ അതിനെ ഫലപ്രദമായി അത്തരം സംഭവങ്ങൾ ഫലപ്രദമായി ഉണ്ടാക്കാതിരിക്കാൻ AK ശശീന്ദ്രൻ രാജി ഉപകരിക്കുമെങ്കിൽ അത് പറഞ്ഞാൽ ഫലപ്രദമായി ഞാൻ രാജിവെച്ചാൽ എല്ലാം ഭംഗിയായി നടക്കുമോ? അതൊരു രാഷ്ട്രീയ മുദ്രാവാക്യമാണ്. ആ രാഷ്ട്രീയ മുദ്രാവാക്യത്തെ രാഷ്ട്രീയ മുദ്രാവാക്യമായിട്ട് തന്നെ കാണുള്ളൂ. ഇതുമായിട്ട് നമ്മൾ കൂട്ടിക്കൊടുക്കണ്ട. ഈ കൂട്ടത്തിൽ ഈ ഓണത്തിനിടയിൽ പുട്ട് കച്ചവടം എന്ന് പറഞ്ഞ പോലെ ഈ കൂട്ടത്തിനിടയിൽ ഒരു രാഷ്ട്രീയ ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് വരുന്നത് അവർക്ക് ഈ പ്രശ്നത്തിലുള്ള ആത്മാർത്ഥതയില്ലായ്മയാണ് ചൂണ്ടിക്കാണിക്കുന്നത്.